ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ പിതൃമോക്ഷ ചടങ്ങുകൾ തുടരുകയാണ്. ഉച്ചയ്ക്ക് 1 മണി വരെ ചടങ്ങുകൾ ഉണ്ടാകും. ഒട്ടനവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. സുർജിത്ത് അയ്യപ്പ തയ്യാറാക്കി റിപ്പോർട്ട്. ദക്ഷിണകാശിയായ തിരുനെല്ലിയിൽ പിതൃമോക്ഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ 1 മണി വരെയാണ്. ഇന്ന് പുലർച്ചെ 3 മണി മുതൽ തന്നെ നീണ്ട നിര ഇവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ച് ഇവിടേക്ക് എത്തുന്നു. അവർ പിതൃതർപ്പണം നടത്തുന്നു, ഇവിടെ നിന്ന് കടന്നു പോകുന്നു. അതായത് ഈ ക്ഷേത്രത്തിലെ വലിയ സവിശേഷമായ ഒരു പ്രാധാന്യം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ട്. ബ്രഹ്മാവിനാൽ സ്ഥാപിതമായ ക്ഷേത്രം എന്നുള്ള വിശേഷണമാണുള്ളത്. സ്വാഭാവികമായും ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് തിരുനെല്ലി. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് കർണാടകയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും പോലും വിശ്വാസികൾ ഇവിടേക്ക് എത്തുകയും പിതൃതർപ്പണം ചെയ്യുകയും അതിനുശേഷം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുകയുമാണ് രീതി. മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ബ്രഹ്മാവ് ഈ സൃഷ്ടിച്ചെടുത്ത ക്ഷേത്രം എന്നുള്ള ഖ്യാതിയാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഉള്ളത്. എന്തായാലും ഐതിഹ്യപ്പൊരുൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് ഇവിടം. എന്തായാലും ഇവിടുത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സജീവൻ കാനത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത്തവണ വിപുലമായ ഒരുക്കങ്ങൾ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. വലിയ ഭക്തജന തിരക്കുമുണ്ട് അല്ലേ? വലിയ ഭക്തജന തിരക്കുണ്ട്. സാധാരണ പോലെ തന്നെയുള്ള വലിയ ഭക്തജന തിരക്ക് ഈ വർഷം അനുഭവപ്പെടുന്നുണ്ട്. വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ദേവസ്വമായിട്ട് വളരെ സജീവമായിട്ട് സഹകരിച്ചിരുന്നു. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു 3ഓളം അവലോകന യോഗങ്ങൾ നടത്തിയിരുന്നു. ആ നടത്തിയ യോഗങ്ങളിലൊക്കെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, പോലീസ്, അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ്, അങ്ങനെയുള്ള വിവിധ KSRTC, അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പങ്കെടുത്തിരുന്നു. അവരൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് ദേവസ്വം വളരെ സജീവമായിട്ട് സഹകരിച്ചിരുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണം നടത്തുന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനെല്ലി. അതുകൊണ്ട് തന്നെ ഇവിടെ മലബാർ ദേവസ്വത്തിന്റെ പ്രത്യേക തന്നെ ഒരു നിരീക്ഷണം ഇന്നലെ അശ്വരം മിഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിക്കുകയും അതേപോലെ മലബാർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. 3 മണി വരെയാണല്ലോ ചടങ്ങ്. 1 മണി വരെയാണ് ചടങ്ങ്. 3 മണിക്ക് തുടങ്ങി. പിന്നെ KSRTC ഇത്തവണ എങ്ങനെയാണ് ഓടുന്നുണ്ടോ? എങ്ങനെ ഇവിടേക്ക് വാഹനങ്ങൾ സ്വന്തം വാഹനത്തിൽ KSRTC വരുന്നുണ്ട്. മാനന്തവാടിയിൽ നിന്ന് KSRTCയുടെ കോൺവേ അടിസ്ഥാനത്തിൽ ട്രിപ്പുകളുണ്ട്. സ്വന്തം വാഹനത്തിൽ എത്താവുന്ന സ്വന്തം എത്താവുന്ന നിലയിലുണ്ട്. അതുകൊണ്ട് വലിയ അനുഗ്രഹമാണ് ആളുകൾക്ക്. കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ട്. കഴിഞ്ഞ ജനങ്ങൾ കൂടുതൽ തിരക്കുണ്ട് ഈ വർഷം. എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. കാരണം തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് ഈ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മഴയുണ്ടാകാറുള്ള ഒരു രീതിയുണ്ട്. അതായത് മഴയുടെ അന്തരീക്ഷത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. പക്ഷെ ഇന്നലെ രാത്രി വലിയ മഴയുണ്ടായിരുന്നു. പകൽ അത് മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യങ്ങൾ മാത്രമല്ല, അതുകൊണ്ട് തന്നെ സുഗമമായ രീതിയിൽ തന്നെ ഈ ഭക്തജനങ്ങൾക്ക് നിർവഹിച്ചു പോകാൻ കഴിയുന്നുണ്ട്. ക്ഷേത്രം മേൽശാന്തിയുടെ നേതൃത്വത്തിലാണ് വിശിഷ്ട ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ഇവിടെ ഇതിനുവേണ്ടി, അതായത് ബലിതർപ്പണത്തിന് വേണ്ടി 15ഓളം കാർമ്മികരെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ പുരോഗമിക്കുന്നത്. Big TV, without fear or favor.